ശ്രീ നിജേഷ് അരവിന്ദിലേക്ക്. ശ്രീ നിജേഷ് അരവിന്ദ്, അടിയന്തര പ്രമേയങ്ങളിലും കോൺഗ്രസ് വീണു. ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ മൂന്ന് അടിയന്തര പ്രമേയങ്ങളിലും വീണത് പ്രതിപക്ഷം. അല്ല, കേരള നിയമസഭയ്ക്കകത്ത് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾക്ക് പകരമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതൊരു അടിയന്തര വിഷയമാണ് എന്ന് കണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന പ്രമേയത്തിനാണ് അടിയന്തര പ്രമേയം എന്ന് പറയുന്നത്. നേരത്തെ അജിം ഷാ തന്നെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ വളരെ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളെ ചർച്ച ചെയ്തു. അതോടുകൂടി തന്നെ UDF-ന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒന്നാമത്തെ ധർമ്മം അവിടെ അവസാനിച്ചു. കാരണം ആ പ്രശ്നം അടിയന്തരമാണ് എന്ന് സഭാനാഥന് അതുപോലെ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ തന്നെ പ്രതിപക്ഷം ഉയർത്തിയ വിഷയം അത് ജനകീയ വിഷയമാണ് എന്നും ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയമാണ് എന്നും കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എന്നുള്ളതും അവിടെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. പിന്നീട് അതിലുള്ള ചർച്ചയാണ്. പിന്നെ ചർച്ചയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത് എന്നൊക്കെ വിലയിരുത്താൻ അജിം ഷാദിന് കഴിയുന്നുണ്ടെങ്കിൽ പറയുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മൂന്ന് വിഷയങ്ങളിലും അതായത് ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടി ഒന്നിനെ ജയിപ്പിക്കാനാണ് യുദ്ധം എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. പക്ഷെ താങ്കൾ പറയുന്നു വാളുകളുടെ കിലുക്കം കേൾക്കാൻ മാത്രമാണ് യുദ്ധമെന്ന്. തുടരാം താങ്കൾക്ക്. അല്ല, ഞാൻ ആലങ്കാരികമായിട്ട് പറയാനൊന്നുമില്ല. ഞങ്ങൾ ആദ്യത്തെ ദിവസം പറഞ്ഞത് ആരോഗ്യരംഗത്ത് പ്രശ്നമായിരുന്നു. കേരളത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യരംഗത്തെ പ്രശ്നം ഇന്നത്തെ എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ ഉള്ളത് പിരിവ് നിർത്തി, ശസ്ത്രക്രിയയും നിർത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വലിയ അജിം ഷാദിനേക്കാൾ മനോഹരമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ച ആരോഗ്യമന്ത്രി വളരെ വലുതാക്കിയൊക്കെ പറഞ്ഞു പോയി. പക്ഷെ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ ശസ്ത്രക്രിയ അവസാനിച്ചു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. ഇന്നത്തെ പത്രം പറയുന്നത് ശരിയാണെങ്കിൽ വാർത്ത ഏതാണ്? രണ്ടാമത്തെ, അപ്പൊ ആരോഗ്യരംഗത്ത് നിലവിലുള്ള പ്രശ്നം കേരളത്തിലെ സാധാരണക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജ് ആവട്ടെ, ജില്ലാ ആശുപത്രി ആവട്ടെ, ആരോഗ്യ മേഖലയുടെ മികവിന്റെ കണക്കുകൾ എണ്ണി പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ലായിരുന്നു ഇന്നലെ. ഒടുവിൽ അവസാനം ഇറങ്ങിപ്പോവുകയായിരുന്നു, ഒരു മറുപടിയും ഇല്ലാതെ. കണ്ടതാണ് മികവിന്റെ നേട്ടങ്ങൾ. ഏതായാലും ആരോഗ്യമന്ത്രിയുടെ പ്രസംഗത്തിനകത്ത് മികവിന്റെ നേട്ടങ്ങളായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഞാനതിൽ വിഷയമൊന്നുമില്ല. ഏതായാലും കേരളത്തിലെ ഇന്നത്തെ ആരോഗ്യമന്ത്രിക്ക് മാർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അജിം ഷാ. അതൊന്നും വിചാരിക്കരുത്. അത് കോട്ടയത്തെ ബിൽഡിംഗ് വീണതാണെങ്കിലും ശരി, കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ ഇന്നത്തെ അവസ്ഥയാണെങ്കിലും ശരി, അർഷീന എന്ന് പറയുന്ന യുവതിയുടെ വയറ്റിൽ പെട്ട കത്രികയോട് കാണിച്ച സമീപനമാണെങ്കിലും ശരി, ആരോഗ്യമന്ത്രിക്ക് മാർക്ക് കൊടുക്കാൻ തൽക്കാലം തയ്യാറല്ല. ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ അടക്കം നിരവധി എണ്ണി പറയാറുണ്ട്. അതൊന്നും മാർക്ക് നമ്മൾക്കറിയാലോ, തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് അവരുടെ പിറകെ സൈക്കിൾ എടുത്ത് മൂടിയതല്ലായിരുന്നു. അദ്ദേഹം ഒരു സത്യസന്ധരായ ഇടതുപക്ഷക്കാരൻ. പിന്നെ അദ്ദേഹത്തെ അല്ല, മിനിസ്റ്റർക്കാണെങ്കിലും അദ്ദേഹം ഒരു നിങ്ങളുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞ സിസ്റ്റത്തിനെതിരായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെ. നിങ്ങൾ കേട്ടില്ല, അവിടുത്തെ 2 ഡോക്ടർമാരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുന്നു, വേറൊരാള് ആ പത്രസമ്മേളനത്തിനെ ഡയറക്റ്റ് ചെയ്യുന്നു. അവസാനം എന്താണ് പൊതുജനം വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? ആ ഡോക്ടർ പറഞ്ഞതാണ് ശരി എന്ന് പൊതുജനം വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം സറണ്ടർ ചെയ്ത് പോകേണ്ടി വന്നു. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ഒരു സംഭാവനയും നൽകാൻ നിർഭാഗ്യവശാൽ ഇന്നത്തെ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല അജിം ഷാദെ. അത് നമുക്ക് കണക്കെടുത്ത് പറയാം. രണ്ടാമത്തെ കാര്യം, പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ ഉയർത്തിയ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നിയമസഭ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിയമസഭയിൽ അതിന് മറുപടി പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ഏകദേശം സമാനമായ, നമുക്കറിയാം, മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം 1.5 മണിക്കൂർ സമയം എടുത്തിട്ടാണ് അതിന് മറുപടി പറഞ്ഞത്. നമുക്ക് കഴിഞ്ഞ മന്ത്രിസഭയ്ക്കകത്ത് ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് വന്ന അവസാനം മണിപ്പൂരിലൂടെ കയറി ഇറങ്ങി ചർച്ച അവസാനിപ്പിച്ചു. അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഏതോ കാലം മുതൽ ഉള്ള കേരളത്തിലെ കസ്റ്റഡി ഭരണങ്ങളെ പറ്റിയും കസ്റ്റഡി പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് കുന്നംകുളത്തൂടെ ഒന്ന് ചാടി അങ്ങ് പോയി. കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ കറക്റ്റാണ് അജിം ഷാ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അജിം ഷാദിന് ഒരു ഘട്ടത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഈ പാനലിസ്റ്റുകളായ ആളുകൾ കഴിയാത്ത ഒന്നാണ്. അല്ല, ന്യായീകരിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു മാധ്യമ പ്രവർത്തകന് ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് കേരളത്തിലെ പോലീസിൽ നിന്നുണ്ടായത്. അത് 2 വർഷക്കാലം മൂടി വെച്ചു. അജിം ഷാദും വിജേഷും വിശദീകരിച്ച കാര്യങ്ങളൊക്കെ UDF കാലത്തേതാണ്. ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടുന്നില്ല അജിം ഷാദും നിജേഷും അല്ലെങ്കിൽ ഈ പാനലിലുള്ള ആളുകളും ആ കസ്റ്റഡി മർദ്ദനം കണ്ടത് കഴിഞ്ഞ
ദിവസമായിരുന്നുവെങ്കിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ കാലം മുമ്പ് 2 കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട് ആ പോലീസ് മർദ്ദനം. 2 കൊല്ലം മുമ്പ് അതിനവർ ചെയ്തു കൊടുത്തതാണ് വീടിനടുത്തേക്കുള്ള ഒരു സ്ഥലം മാറ്റമാണ്. കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് യൂത്ത് കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല, സുജിത്തിനല്ല. അതേ സമയത്ത് തന്നെയാണ് പോലീസിന്റെ ഏതെങ്കിലും ഒറ്റപ്പെട്ട പുഴുക്കുത്ത് പ്രവർത്തികളെ അംഗീകരിച്ചോ സർക്കാർ? അതിനെതിരെ നടപടി സ്വീകരിക്കുകയും 144 പേരെ പുറത്താക്കിയെന്നും പറഞ്ഞില്ലേ? 144 പേർക്കെതിരെ നടപടിയെടുത്തു 2025 സെപ്റ്റംബർ വരെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ചരിത്രം UDF കാലത്തിൽ പറയാനുണ്ടോ? പറയൂ താങ്കൾ. എന്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. എന്റെ ക്വസ്റ്റ്യൻ, കൊല്ലം സ്റ്റേഷനകത്ത് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി നിഖിലിനെയും അദ്ദേഹത്തിന്റെ സഹോദരനായ പട്ടാളക്കാരനായ ഉദ്യോഗസ്ഥനെയും അതിക്രൂരമായി മർദ്ദിച്ചു. അതിനെതിരെ ആ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് വിട്ടേക്ക? ഡിവൈഎഫ്ഐയുടെ നേതാവിനെ മർദ്ദിച്ചതിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായത്? അദ്ദേഹത്തിന് ഇതുവരെ ആ CCTV രംഗം വിട്ടുകൊടുത്തോ? കൊല്ലത്തെ സ്റ്റേഷനിലാണല്ലോ. കഴിഞ്ഞ ദിവസം എന്നെയും നിങ്ങളെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ 3 വിദ്യാർത്ഥി പ്രവർത്തകരെ കറുത്ത മുഖം മൂടിയിട്ടുകൊണ്ട് കയ്യിൽ വിലങ്ങണിച്ച് ട്രംപ് അമൃത്സറിലേക്ക് നമ്മുടെ ഇന്ത്യക്കാരനെ അയക്കുന്നത് പോലെ കൈവിലങ്ങിട്ടുകൊണ്ട് ഹാജരാക്കിയ ഷാജഹാനെ സെക്യൂർ ആക്കിക്കൊണ്ട് പോലീസ് ആസ്ഥാനത്തേക്ക് ആരും കാണാത്ത രീതിയിൽ മാറ്റിക്കൊടുക്കുകയാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. അതാണ് നിജേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിലെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഡോക്ടർ PK ഗോപൻ മറുപടി പറയും. ഞാൻ സൂചിപ്പിക്കുന്നത് താങ്കളിൽ നിന്നുള്ള ഒരു ഇതേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ്. അതായത് പോലീസ് 56-ൽ കേരളം രൂപീകൃതമായതിനു ശേഷം മുതലുള്ള പോലീസിന്റെ തുടർച്ച, അതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ പോലീസിൻ്റെ തുടർച്ച നിലനിൽക്കുമ്പോൾ കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും ഒക്കെ കാലത്ത് നടന്നിട്ടുള്ള പല വിധത്തിലുള്ള നരനായാട്ടുകൾ, അത് AK ആൻ്റണി തന്നെ വിശദീകരിച്ചതാണ്. ശിവഗിരിയിലെയും മുത്തങ്ങയിലെയും അടക്കം, പിന്നീട് SNDP നേതാവിൻ്റെ മലം തീറ്റിച്ച സംഭവം, പിന്നീട് കരുണാകരൻ്റെ കാലത്തുള്ള അടിയന്തരാവസ്ഥ കാലത്തുള്ളത്, ഇതൊക്കെ ഈ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? പക്ഷേ അതിൻ്റെ ബാക്കി പത്രമായ പുഴുക്കുത്തുകൾ ഇപ്പോഴും പോലീസിലുണ്ട്, അത് സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കുകയും അതിന് തെളിവായി 144 പേരെ ഈ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്ത കണക്ക് ഈ സർക്കാരിന് പറയാനുണ്ട്, പിണറായി സർക്കാരിന് പറയാനുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും പറയാനുണ്ടോ നികേഷ്? എന്റെ ക്വസ്റ്റ്യൻ അവിടെ തീർന്നു. 145-ൽ നിന്ന് 145 പേർ ആരാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് പുറത്തേക്ക് വരട്ടെ. 146-ാമൻ എന്റെ ക്വസ്റ്റ്യൻ അജിം ഷാദെ, 146-ാമനെയും 147-ാമനെയും 148-ാമനെയും 149-നെയും 150-നെയും നിങ്ങൾ എന്തിന് പ്രൊട്ടക്ട് ചെയ്തു? ഈ കാര്യം, ഈ CCTV ദൃശ്യം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് 2 വർഷം മുമ്പ് കിട്ടിയിട്ടും എന്തിനിവരെ പ്രൊട്ടക്ട് ചെയ്തു? എന്തിനിവരെ വീടിനടുത്തേക്ക്